ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യോഗിനി ഏകാദശിയെക്കുറിച്ചാണ് നോക്കുന്നത്. ആഷാഢമാസത്തിലെ, അതായത് നമ്മുടെ മിഥുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശി. ഈ ഏകാദശിയെപ്പറ്റി കുറച്ച് പേർക്ക് സംശയമുണ്ട്. ഏകാദശി വ്രതമെടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതൊക്കെ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കേൾക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ജൂലൈ 10 വെള്ളിയാഴ്ച 8:16 അവസാനിക്കുന്നതാണെങ്കിൽ ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 5:22. അതായത് കണക്ക് പ്രകാരം നോക്കുമ്പം ഏകാദശി തിഥി കൂടുതലായിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ്. പക്ഷേ സാധാരണയായിട്ടുള്ള വ്രതരീതി എന്ന് പറയുന്നത് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന പുണ്യ ദിവസം, അതായത് 2026 ജൂലൈ മാസം 11 ശനിയാഴ്ച, അന്നാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഇവിടെ ഇസ്കോണിലൊക്കെ ഞങ്ങൾക്ക് അന്നാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ വെള്ളിയാഴ്ച ഏകാദശി വ്രതം എടുത്ത് ശനിയാഴ്ച പാരണ വീടുന്നതായും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ രീതി ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ ശനിയാഴ്ച ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യപ്രദമായ വ്രതമാണ് ഏകാദശി വ്രതം എന്നുള്ളത് നമുക്കറിയാം. ദാരിദ്ര്യം, രോഗദുരിത ശമനം എന്നിവയ്ക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒന്നാണ് ഈ യോഗിനി വ്രതം എന്ന് പറയുന്നത്, അതായത് യോഗിനി ഏകാദശി വ്രതം എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം വ്രതം എടുക്കുന്നതിനോടൊപ്പം തന്നെ അന്നദാനവും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് 100% നമുക്ക് ഫലം ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏകാദശി വ്രതം എടുക്കുന്നവരൊക്കെ നമുക്കറിയാം, ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ടാണ് വ്രതം എടുക്കുന്നവർ, അതായത് നാളെ ഏകാദശി വ്രതം എടുക്കുന്നവർ വെള്ളിയാഴ്ചയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. അങ്ങനെയല്ല, നിങ്ങൾ ശനിയാഴ്ചയാണ് ഏകാദശി വ്രതം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച നാളെ ഒരു നേരം അരിയാഹാരം കഴിക്കുക. അരിയാഹാരം കഴിച്ച് 2 നേരം മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സോ അരി ഒഴിച്ചുള്ള വസ്തുക്കളോ കഴിക്കാം. ഏകാദശിയുടെ അന്ന് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം. അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഓട്സൊക്കെ കലക്കി കുടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം. ചാമയരി കഴിക്കാമോ, അത് നല്ലതാണോ എന്ന് 2-3 പേരുടെ സംശയം കഴിഞ്ഞ ഏകാദശിയിലുണ്ടായിരുന്നു. ചാമ അരി കഴിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ളതാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത്. അതായത് അത് കഴിച്ചുകൊള്ളൂ, അതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പെർസ്പെക്റ്റീവാണ്. അതായത് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളെയൊക്കെയും നമുക്ക് കഴിക്കാം. അതേപോലെ ഏകാദശി വ്രതം എടുക്കുന്നവരാണെങ്കിലും ഭഗവാന് തുളസി മാലകളൊക്കെ സമർപ്പിക്കുന്നവർ, വീട്ടിൽ തുളസി ഉള്ളവരൊക്കെ ഇന്നും നാളെയുമായിട്ട് തുളസി ഇലകൾ പറിച്ചു വെക്കണം. കാരണം ഏകാദശിയുടെ അന്ന് നമ്മൾ തുളസി ഇലകൾ പറിക്കാൻ പാടുള്ളതല്ല. ഏകാദശിയുടെ അന്ന് തുളസി പൂജയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. അന്നത്തെ ദിവസം തുളസീദേവിയും വ്രതത്തിലായിരിക്കുമെന്നും കുറേ പേര് ചോദിക്കുന്നൊരു സംശയം, അന്നത്തെ ദിവസം തുളസിക്ക് ജലമൊഴിക്കരുത്, തുളസിയെ തൊടരുത് എന്നൊക്കെ. പല നാടുകളിൽ പല രീതിയാണ്. ഇവിടെയൊക്കെ പറയുന്നത് ഞായറാഴ്ചകളിലും ഏകാദശികളിലും തുളസീദേവിയെ നമ്മൾ തൊടാനോ ജലമൊഴിക്കാനോ പാടില്ല, അത് മഹാപാപമാണെന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഗുരുജി പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും തുളസിച്ചെടിയിൽ നിന്നും ഇല പറിക്കരുതെന്നുള്ളതും, അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ തുളസിച്ചെടിയെ നുള്ളി നോവിക്കാൻ പാടില്ല എന്നുള്ളതുമാണ്. ഞാനതാണ് ഫോളോ ചെയ്യുന്നതും. കുറേ പേർക്ക് പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിലാണ് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത്. പക്ഷേ ഏകാദശിയുടെ അന്ന് തുളസി പൂജ വളരെ മസ്റ്റാണ്. അത് നമുക്ക് സകല ഐശ്വര്യങ്ങളും കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം തുളസി ദേവിക്ക് ജലം ഒഴിക്കണം. തുളസി ചുവട്ടിൽ നമ്മൾ നെയ്ദീപം കൊളുത്തി വെക്കണം. തുളസിക്ക് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. ഇതൊക്കെ നമുക്ക് വളരെ നല്ല ഫലങ്ങൾ നമ്മുടെ കുടുംബത്തിന് തരുന്നതാണ്. ഏകാദശിയുടെ ഹരിവാസര സമയം
അതായത് ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതരായിരിക്കുന്ന ആ ഒരു മഹത്തായ സമയം ഏതാണെന്നുള്ളത് പറയാം. 2026 ജൂലൈ 11 അതായത് അന്ന് ജൂലൈ 11 തുടങ്ങുന്ന ആ സമയം അർദ്ധരാത്രി 12:06 ആരംഭിച്ചിട്ട് പകൽ 10:33 വരെയാണ് ഹരിവാസര സമയം. ആ സമയത്ത് നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ കഴിയുന്നത്ര ജപിക്കാം. ആ സമയത്തെ ക്ഷേത്ര ദർശനം, ഭഗവാന് ചെയ്യുന്ന വഴിപാട്, അന്നദാനങ്ങൾ, ഇതിനൊക്കെ ഒരുപാട് ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നാളത്തെ യോഗിനി ഏകാദശി ദിവസം ഈ ഒരു ഹരിവാസര സമയം വരുന്ന സമയത്ത് ഭഗവത്ഗീത, നാരായണീയം, ഇപ്പം രാമായണ മാസം വരികയാണ്, അതുകൊണ്ട് തന്നെ രാമായണമൊക്കെ നമ്മൾ ദാനം കൊടുക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു യോഗിനി ഏകാദശി ദിവസം നമ്മൾ മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. മഞ്ഞ കളറിലെ വസ്ത്രം ധരിക്കുന്നത്, ഭഗവാന് മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത്, ക്ഷേത്രത്തിൽ ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത്, നമ്മൾ വീട്ടിൽ ഭഗവാന് മുൻപിൽ കൊളുത്തി വെക്കുന്ന നെയ് ദീപത്തിൽ മഞ്ഞൾ ഒരൽപ്പം ഇടുന്നത്, വീട് തുടയ്ക്കുമ്പോൾ അതിൽ നമ്മൾ മഞ്ഞൾ ആ ഒരു വെള്ളത്തിൽ മഞ്ഞൾ കലർത്തി വീട് തുടയ്ക്കുന്നത്, വീടിന് ഫ്രണ്ട് ഓറിൽ മഞ്ഞളിൻ്റെ ഇല കെട്ടുന്നത്, ഇതൊക്കെ യോഗിനി ഏകാദശി ദിവസം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. യോഗിനി ഏകാദശി ദിവസമായിട്ടുള്ള ശനിയാഴ്ച നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ റെമഡിയാണ് പറയുന്നത്. ശുദ്ധമായ മഞ്ഞൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ കൊണ്ട് മിക്സ് ചെയ്യുക. 21 തുളസി ഇലകൾ എടുക്കുക, ഇലകളായിട്ട് മാത്രം. അതിനുശേഷം ഓരോ ഇലയിലും നമ്മൾ ആ ചാലിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ 21 എണ്ണം. അതിനുശേഷം ഓരോ ഇലകളായിട്ടെടുത്ത് ഓം നമോ നാരായണായ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാന് സമർപ്പിക്കണം. അതിനുശേഷം ആ ഒരു തുളസി ഇലകൾ നമുക്കൊരു കിഴിയായിട്ട് കെട്ടി അടുത്ത ഏകാദശി വരെ ഭഗവാന്റെ അടുത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാം. തുളസി ഇലകൾ കിട്ടാത്ത നാട്ടിലാണെന്നുണ്ടെങ്കിൽ 21 മഞ്ഞൾ കൊണ്ട് ഉരുട്ടി, അതായത് വളരെ മൈന്യൂട്ടായിട്ടൊരു കടുകിൻ്റെ അത്രയും വലുപ്പത്തിൽ മഞ്ഞൾ കൊണ്ട് ഓരോ ഉരുട്ടി അത് ഭഗവാന് നമ്മൾ സമർപ്പിക്കുക. അത് നമുക്ക് അതിന് ശേഷം മുഖത്ത് പുരട്ടാനോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചന്ദനമായിട്ട് തൊടാനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഭഗവാന് നമ്മൾ തുളസി ഇലയും മഞ്ഞളും കൂടി സമർപ്പിച്ചിട്ടുള്ള ആ ഒരു വസ്തു അടുത്ത ഏകാദശി വരുമ്പോൾ എടുത്ത് ജസ്റ്റ് കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളമോ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി നമുക്ക് നമ്മുടെ മുഖത്ത് പുരട്ടാവുന്നതാണ്. അതൊരു ഔഷധം തന്നെയാണ് തുളസി ഇലയും മഞ്ഞളും ആയതുകൊണ്ട്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് തുളസി ഇലകൾ കിട്ടാത്ത നാട്ടിൽ താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് പച്ചമഞ്ഞളോ ഉണക്കമഞ്ഞളോ നമുക്ക് കിട്ടുമല്ലോ, അത് കിട്ടുമെന്നുണ്ടെങ്കിലും അത് 21 എണ്ണം ഇതേ മന്ത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണത്. ഇനി എല്ലാ ഏകാദശികൾക്കും ഒരു വ്രതകഥയുണ്ടെന്നാണ് ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും. പത്മപുരാണത്തിലും ഭവിഷ്യപുരാണത്തിലും ഒക്കെ പറയുന്ന കഥകളാണ് ഇവയൊക്കെ. ഏകാദശി വ്രതം എടുക്കുമ്പം നമ്മൾ ഈ ഒരു വ്രതകഥയും കൂടി കേട്ടെങ്കിലേ ഏകാദശി വ്രതം പൂർണ്ണമാകുകയുള്ളൂ. 80,000 അശ്വമേധ യാഗം ചെയ്ത ഫലവും 1 കോടി പശുക്കളെ ദാനം ചെയ്ത ഫലവും ഒക്കെ നമുക്ക് ഈ ഒരു ഏകാദശി വ്രതത്തോടൊപ്പം ഏകാദശി വ്രതമാഹാത്മ്യവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കും. അങ്ങനെ യോഗിനി ഏകാദശിക്കും ഒരു കഥയുണ്ട്. ആ കഥ ഏതാണെന്ന് പറയുന്നതിന് മുൻപ് യോഗിനി ഏകാദശിയുടെ പാരണ സമയം എപ്പോഴാണെന്ന് പറയാം. പാരണ വരുന്നത് 2026 ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 6:05-നും 10:21-നും ഇടയ്ക്കുള്ള സമയം. ഈ ഒരു സമയത്ത് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയോ അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് തുളസിയിൽ ഇട്ട ജലം കുടിച്ച് ഭഗവാനെ, ഞാൻ എൻ്റെ വ്രതം ഏറ്റവും നന്നായി പൂർത്തിയാക്കിയെന്ന് വിശ്വസിക്കുന്നു, അങ്ങ് എൻ്റെ ഈ വ്രതം സ്വീകരിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ ആ ജലം കുടിച്ച് നമ്മുടെ ഈ ഒരു വ്രതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ വ്രത കഥ എന്താണെന്നുള്ളത് നോക്കാം. അളകാപുരിയിലെ രാജാവായിരുന്നു കുബേരഭഗവാൻ. കുബേരൻ വലിയ ശിവഭക്തനാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ശിവഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പൂക്കൾ കൊണ്ടുവരുന്ന ജോലിയായിരുന്നു ഹേമമാലിനി എന്ന് പറയുന്ന കുബേരൻ്റെ ദാസനുള്ളത്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ തന്നെ മുടങ്ങാതെ ഭഗവാൻ മഹാദേവനുള്ള പൂജയ്ക്കുള്ള പുഷ്പങ്ങളും പത്രങ്ങളും ഒക്കെ ഹേമമാലിനി ശേഖരിച്ചു കൊണ്ടുവന്ന് കുബേരഭഗവാന് കൊടുക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഹേമാമാലിയുടെ ഭാര്യയുടെ പേരെന്ന് പറയുന്നത് വിശാലാക്ഷി എന്നാണ്. അന്നത്തെ ദിവസം ഹേമാമാലി ഭാര്യയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചു.
അതുകൊണ്ട് തന്നെ എന്തു പറ്റി, മാനസരോവറിൽ പോയി പുഷ്പങ്ങളും പത്രങ്ങളും ഒക്കെ ശിവഭഗവാന്റെ പൂജയ്ക്കുള്ളത് ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് താമസിച്ചു പോയി. കുബേരനാവട്ടെ രാവിലെ മുതൽ പൂജയ്ക്കായിട്ടുള്ള പുഷ്പങ്ങളും പത്രങ്ങളും ഒക്കെ ഹേമാമാലി കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയാണ്. ഉച്ചയായിട്ടും ഹേമാമാലിയെ കാണാതെ വന്നപ്പം കുബേരൻ തൻ്റെ ഭൃത്യന്മാരെ ഹേമാമാലിയുടെ വീട്ടിലോട്ട് അയച്ചു. വീട്ടിൽ ചെന്ന് ഭൃത്യന്മാർ നോക്കിയപ്പോൾ കണ്ടത് ഹേമാമാലി ഭാര്യയായ വിശാലാക്ഷിയോടൊപ്പം ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ഇരിക്കുന്നതാണ്. ഭൃത്യന്മാർ നേരെ വന്ന് കുബേരനോട് ഈ കാര്യം ഉണർത്തിച്ചു. ഇത് കേട്ട് കുബേരൻ രോഷാകുലനാവുകയും ഭൃത്യന്മാരോട് ഹേമാമാലിയെ പിടിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭൃത്യന്മാർ ഹേമാമാലിയെ കുബേരൻ്റെ അടുത്തെത്തിച്ചു. ഹേമാമാലി വളരെ പേടിച്ചുപോയി. കുബേരഭഗവാൻ ഹേമാമാലിയോട് പറഞ്ഞു, ഹേമാമാലി, നീ എന്നെയല്ല, ഭഗവാൻ മഹാദേവനെയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഞാൻ നിന്നെ ശപിക്കുകയാണ്. ആ ശാപം എന്ന് പറയുന്നത് നീ നിന്റെ ഭാര്യയിൽ നിന്ന് വേർപെട്ട് ഭൂമിയിൽ പോയി ജീവിക്കും എന്നായിരുന്നു. അതും വെറുതെ ജീവിക്കുമെന്നല്ല, കുഷ്ഠരോഗിയായിട്ട് നീ ഭൂമിയിൽ ജീവിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ വിരഹദുഃഖത്താൽ ഭാര്യയെ പിരിഞ്ഞ് കുഷ്ഠരോഗിയായി ഹേമാമാലി ഭൂമിയിലെത്തി. തൻ്റെ ഭാര്യയെ പിരിഞ്ഞ വിരഹദുഃഖം വളരെയധികം ഉണ്ടെങ്കിലും കടുത്ത ശിവഭജനത്തിൽ ഹേമാമാലി ഭൂമിയിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടി. ഭഗവാൻ മഹേശ്വരൻ്റെ കടുത്ത ഭക്തനായിരുന്നു എന്നതുകൊണ്ട് തന്നെ ബുദ്ധിഭ്രമമൊന്നും ഹേമാമാലിക്കിവിടെ സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയോടൊപ്പം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഹേമാമാലിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് കാലത്തെ അലച്ചിലിന് ശേഷം ഹേമാമാലി ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. ഹിമാലയത്തിലെത്തിയ സമയത്ത് അവിടെ വെച്ച് ഹേമാമാലി ഒരു മുനിയെ കണ്ടു, മാർക്കണ്ഡേയ മുനി. മാർക്കണ്ഡേയ മുനിക്ക് മുൻപിൽ ഹേമാമാലി എത്തിയപ്പം മാർക്കണ്ഡേയ മുനി ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്, എങ്ങനെയാണിത് സംഭവിച്ചത്? അങ്ങനെ ഹേമാമാലി കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ വിവരിച്ചു. ആ കൂടെ എനിക്കിതിൽ നിന്നും, ഈ ഒരു ദുരിതത്തിൽ നിന്നും മോചനമുണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നും ചോദിച്ചു. അപ്പോൾ മാർക്കണ്ഡേയ മുനി പറഞ്ഞു, ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശി വരുന്നുണ്ട്. നീ ആ ഒരു വ്രതം അനുഷ്ഠിക്കൂ. ആ വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയൊക്കെ മുനിയിൽ നിന്നും പഠിച്ച് ശേഷം ഹേമാമാലി ആ വ്രതം അനുഷ്ഠിക്കുകയും അതോടുകൂടി ഹേമാമാലിയുടെ ആ ഒരു ശാപം നീങ്ങുകയും കുഷ്ഠരോഗം മാറുകയും വീണ്ടും തിരിച്ച് അളകാപുരിയിലെത്തി ഭാര്യ വിശാലാക്ഷിയോടൊപ്പം സന്തോഷമായി ജീവിച്ചു എന്നുള്ളതുമാണ് കഥ. അതായത് ഈ ഒരു യോഗിനി ഏകാദശി എടുക്കുന്ന വ്യക്തി ആരായിരുന്നാലും അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സർവ്വപാപങ്ങളും ഇല്ലാതാവുകയും അവന് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. സോ നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ യോഗിനി ഏകാദശി വ്രതമെടുക്കുക. ഭഗവാനെ പോയി ക്ഷേത്രത്തിൽ ദർശിക്കുക. കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക. 1 മണിക്കൂറെങ്കിലും അന്നത്തെ ദിവസം മൗനവ്രതമായിട്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞുപോയ കാലത്തെ സർവ്വവിധ പാവങ്ങളും ഇല്ലാതാവാനായിട്ട് നമ്മളെ ഈ ഒരു കാര്യം സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.